അങ്ങനെ ഫൈനലി നമ്മുടെ കൈകളിലേക്ക് XR 155 ഓടിക്കാനായിട്ട് കിട്ടിയിരിക്കുകയാണ്. ആലപ്പുഴയിലുള്ള SBA മഹായിൽ ഈ ഒരു വണ്ടിയുടെ ഒരു ലോഡ് വന്ന് തന്നെ കിടപ്പുണ്ട്. ഏകദേശം സെയിം എൻജിൻ തന്നെയാണ്, ഏകദേശം സെയിം ആസ് MTയുടെ അതേ ഒരു ഗിയർ റേഷ്യോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഫ്യൂലിങ്ങിൽ കുറച്ചും കൂടെ സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു എൻജിൻ നല്ല രീതിയിൽ ഫ്യൂലിങ്ങിലൊക്കെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വണ്ടി ഓടിച്ച സമയത്ത് മനസ്സിലായത്. അതായത് നല്ല സ്മൂത്തായിട്ട് ബട്ടറി സ്മൂത്ത് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ ഈ ഒരു എൻജിൻ്റെ കാര്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഏകദേശം സിമിലർ ടു നമ്മുടെ R15 MT ഒക്കെ പോലെ തന്നെ ഡുവൽ ചാനൽ ABS, ആ ഒരു സെയിം ഡിസ്ക് ബ്രേക്കാണ് രണ്ട് ഭാഗത്തും വന്നിരിക്കുന്നത്. പക്ഷേ വണ്ടിയുടെ ആ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക കുറച്ച് സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു റെട്രോ വണ്ടി എന്നുള്ള നിലയ്ക്ക് സ്റ്റിഫ്നെസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റിയിലൊക്കെ ഉള്ളൊരു ഹാൻഡ്ലിങ്ങിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. MTയുടെ അത്രയും സ്പോർട്ടിനെസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കില്ല, ബട്ട് എന്നിരുന്നാലും സ്റ്റിൽ ഒരു സ്ലൈറ്റ് നമ്മളൊരു ചെറിയൊരു പുഷ് ഫ്രണ്ടിലോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ചെറുത് മാത്രം കേട്ടോ. മൈലേജൊക്കെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു എഞ്ചിനകത്ത് വരുന്ന ആ VVA ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഓടിച്ചാലും 40-45 പ്ലസ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കിട്ടും. മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു 50-55-60 വരെ കിട്ടുന്നവരുണ്ടെന്നും പറയുന്നത് വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഹാൻഡ്ലിങ്ങൊക്കെ വേറെ ലെവൽ തന്നെയാണ്. കാര്യം ആ ഒരു റേസിംഗ് DNA, യമഹയുടെ ഒരു റേസിംഗ് DNA ആയിട്ടുള്ള ഡെൽറ്റ ബോക്സ് ഫ്രെയിമും കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷനും ഒക്കെ കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർണറിങ്ങിന്, അതുമാത്രമല്ല 140 സെക്ഷൻ ഫ്രണ്ട് ബാക്കും അതുപോലെ തന്നെ 190 സെക്ഷൻ ഫ്രണ്ട് ടയറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോർണറിങ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി. പിന്നെ ഡുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സേഫ്റ്റിക്കും വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലീനിയർ പവർ ഡെലിവറി ആയിട്ടുള്ള നല്ല സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ളൊരു പെർഫോമൻസ് എല്ലാ ഗിയറിലും തരുന്ന നല്ലൊരു റെട്രോ അല്ലെങ്കിൽ ഒരു റെട്രോ മോഡേൺ ക്ലാസിക് ആയിട്ടുള്ളൊരു വണ്ടി.